ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ നൊവേന 5-ാം ദിവസം. ഇന്ന് മതനിന്ദകരും ശീഷ്മക്കാരും ആണ് പ്രത്യേകമായ നിയോഗം. ഓരോ ദിവസം ഓരോ നിയോഗങ്ങളാണല്ലോ. ഈശോയുടെ വാക്കുകൾ, വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞ വാക്കുകൾ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1212 ഖണ്ഡിക നമുക്ക് കേൾക്കാം. മതനിന്ദകരെയും ശീഷ്മക്കാരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ കഠിനവേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു. അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും. ഈശോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. എന്താണ് ഈ മതനിന്ദകര്, ശീഷ്മക്കാര് എന്ന് പറഞ്ഞാൽ? അത് ജസ്റ്റ് ഒന്ന് പറയാം. മതനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിന്ദ, ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ സഭയെയും പീഡിപ്പിക്കുന്നവർ, അകത്തുനിന്നും പുറത്തുനിന്നും പീഡിപ്പിക്കുന്നവർ, തകർക്കാൻ ശ്രമിക്കുന്നവർ, അംഗീകരിക്കാത്തവർ, എതിർക്കുന്നവർ, അങ്ങനെയുള്ളവർ, മതപീഡകർ എല്ലാവരും വരും. ശീഷ്മക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കാറ്റഗറി. ശീഷ്മക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന മെത്രാൻ സംഘത്തോട്, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ മെത്രാൻ സംഘത്തോട്, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ മെത്രാൻ സംഘത്തോടും അനുസരിക്കാതെ, അംഗീകരിക്കാതെ ഇരിക്കുകയും അതിനെ അങ്ങനെ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ എതിർക്കുക, അതിനെ നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മളുടെ കേരളത്തിലെ ഒരു എംബറർ എമ്മാനുവൽ ഗ്രൂപ്പ്, സ്പിരിറ്റ് ഇൻ ജീസസ് ഗ്രൂപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ ശീഷ്മയിലുള്ളവരാണ്. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയോടും മെത്രാൻ സംഘത്തോടും, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന മെത്രാൻ സംഘത്തോടും അനുസരിക്കാതെ, വിധേയത്വമില്ലാതെ നിൽക്കുന്നവർ, അവർ എന്ന് പറഞ്ഞാൽ അവർ സഭയുടെ ഭാഗമല്ലാത്ത രീതിയിൽ സഭയിൽ നിന്ന് ഭിന്നിച്ചു മാറുന്നവരാണ്. സഭയുടെ അധികാരത്തിൽ നിന്ന് ഭിന്നിച്ചു മാറിപ്പോകുന്നവരാണ്. സഭയെ അനുസരിക്കാതെ നിൽക്കുന്നവർ, സഭയുടെ നേതൃത്വത്തിൻ്റെ യഥാർത്ഥ നേതൃത്വം മാർപ്പാപ്പയും മെത്രാന്മാരും അവരനുസരിക്കാതെ, അംഗീകരിക്കാതെ, വിധേയപ്പെടാതെ നിൽക്കുന്നവരെല്ലാവരെയും നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ കാലഘട്ടത്തിൽ മതനിന്ദയും ശീഷ്മയും ഇത് രണ്ടും വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈശോയെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അപ്പോൾ അത് ഇന്നത്തെ 5-ാമത്തെ ദിവസത്തെ നൊവേനയിലെ നിയോഗമായിട്ട് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് 2 ഭാഗമാണുള്ളത്. ആദ്യം ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ നിത്യപിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നൊവേന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരുണക്കൊന്ത അല്ലെങ്കിൽ ദൈവകരുണയുടെ ജപമാല എന്ന് പറയുന്ന കരുണക്കൊന്തയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പതുക്കെ പ്രാർത്ഥിക്കാം, നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക. ഈശോയോടുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞ് പിതാവിനോടുള്ള പ്രാർത്ഥന. അപ്പോൾ 5-ാം ദിവസം നൊവേന പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. മതനിന്ദകരുടെയും ശീഷ്മക്കാരുടെയും ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. പകരം അവരും അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാനിടയാകട്ടെ. ഇനിയൊരു കവിതാ രൂപത്തിലുള്ള ഭാഗമാണ്. പ്രാർത്ഥന തന്നെയാണ്, പ്രാർത്ഥിക്കാം. നിൻ ഐക്യത്തിൻ വസ്ത്രം കീറിമുറിച്ചവർക്ക് പോലും കരുണതൻ ഉറവ നിൻ ഹൃദയത്തിലൊഴുക്കിടുന്നു. ഓ ദൈവമേ, നിൻ കരുണതൻ സർവശക്തി പാപവഴിയിൽ നിന്ന് ആത്മാക്കളെ അകറ്റിടുന്നു. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യനായ പിതാവേ, മതനിന്ദകരുടെയും ശീഷ്മക്കാരുടെയും മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ അനുഗ്രഹങ്ങളെ ദുർവ്യയം ചെയ്ത് അങ്ങയുടെ വരപ്രസാദത്തെ ദുരുപയോഗിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെയും മേൽ
അങ്ങയുടെ കൃപാകടാക്ഷം തിരിക്കണമേ. അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ പുത്രൻ അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ കരുണയെ അനന്തമായി പാടിപ്പുകഴ്ത്തുവാൻ അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ. ആമേൻ. 5-ാം ദിവസത്തെ നൊവേന കഴിഞ്ഞു. ദൈവകരുണയുടെ ജപമാലയും കൂടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. ഇന്ന് ദിവസം മുഴുവൻ മതനിന്ദകരെ, ശീഷ്മക്കാർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് അവരെ തിരുസഭയുടെ ഭാഗമായ ഐക്യത്തിലേക്ക് കടന്നു വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.